നമുക്കൊരുമിച്ച് വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കുന്ന എല്ലാ അവസരങ്ങൾക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടങ്ങുമ്പോൾ തന്നെ ഒരു വാക്ക് നിങ്ങളെ അറിയിച്ചുകൊണ്ട് തുടങ്ങാം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ ഗുരുതരമായ മേഖലയ്ക്കകത്ത് കടന്നുപോയ ആ സഹോദരിയെ എന്താ പറഞ്ഞത്, ഫർദർ ചെക്കപ്പിന് വേണ്ടിയും ഒക്കെ കൊണ്ടുപോയി ചെന്നപ്പോൾ ദൈവകൃപയാൽ ആ രോഗം തനിക്കില്ല എന്നറിയാനിടയായി. താൻ വളരെ സൗഖ്യത്തോടെ ഭവനത്തിൽ വിശ്രമിച്ചു. ഇന്നു മുതൽ താൻ ഡ്യൂട്ടിക്ക് തിരിച്ച് റീജോയിൻ ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണ്. ആ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്യാമറ ഓൺ ചെയ്യാൻ കഴിയുന്നവരെല്ലാം ഒന്ന് ക്യാമറ വേഗത്തിൽ ഓൺ ചെയ്താട്ടെ. കഴിഞ്ഞ 1650 ദിവസങ്ങൾ അല്ലേ, ഇന്ന് 1651 മോർണിംഗ് പ്രെയറാണ്. 1650 ദിവസങ്ങൾ കർത്താവ് നമുക്ക് നല്ലവനായി. നമ്മുടെ ഈ മോർണിംഗ് പ്രെയറിൽ കൂടി വന്നിരുന്നവർക്കറിയാം, കടന്നു വന്നവർക്കൊക്കെ കർത്താവ് ഒത്തിരി സൗഖ്യങ്ങൾ നൽകി. ഒത്തിരി പേരെ കർത്താവ് വിടുവിച്ചു. എല്ലാ മേഖലയിലും കർത്താവിൻ്റെ കരുതലുകൾ കാണാൻ കർത്താവ് അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്. നമ്മളിനിയും അത്ഭുതങ്ങൾ കാണും. വിശേഷിച്ച് നമ്മൾ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സമാധാനവും ബലവും ഒക്കെ കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങളൊക്കെ മാനസികമായ പ്രയാസത്തിലും പ്രതിസന്ധിയിലും പോകുമ്പോൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടു നിൽപ്പാനും ഒക്കെ കർത്താവ് നമുക്ക് വീണ്ടും അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ, ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനകൾക്കൊന്നും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഉപവാസ പ്രാർത്ഥനകളൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കാനിടയായി. യഥാർത്ഥത്തിൽ നമ്മുടെ സൂമിൽ നടന്ന ഉപവാസ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ചർച്ചുകളിൽ ഉപവാസ പ്രാർത്ഥന നടക്കാൻ സാഹചര്യം ഇല്ലാത്ത സമയങ്ങളിലായിരുന്നു അത് ചെയ്തിരുന്നത്. എങ്കിലും പലരുടെയും ആഗ്രഹവും ആവശ്യവും അങ്ങനെ ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കട്ടെ. ബിജോയ് പാസ്റ്റർ ഒരു ഓൺലൈൻ ഉപവാസ പ്രാർത്ഥന നമുക്കൊന്ന് ക്രമീകരിക്കാം. സ്തോത്രം. ചുരുങ്ങിയ ദിവസമെങ്കിലും അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ എബിദറിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ എൽദോസ്റ്റാനെയും സിബിസ്റ്റൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ. കർത്താവ് ബലവും സമാധാനമൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവർ ആ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വലിയവനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവ് ശക്തനാണ്. ഒന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് ശക്തനാണ്. നമ്മുടെ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. ഇനിയും എന്നെക്കുറിച്ച് വളരെ കൺസേൺഡായി എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ ചിലർ ചോദിച്ചു, പാസ്റ്റർ ഈ മനഃശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാസ്റ്റർ എന്താ പറഞ്ഞേ ഈ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോവാണെന്നൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. ഞാൻ ഇന്നലെ അല്ല ഇതൊന്നും ചിന്തിക്കാനും പറയാനും തുടങ്ങിയത്. നേരത്തെ തൊട്ടേ ഇതൊക്കെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ ലൈവിൽ ഇപ്പോൾ ഇടുന്നെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. എൻ്റെ പഠനവും എൻ്റെ ഡോക്ടറൽ പ്രോഗ്രാമൊക്കെ കൗൺസിലിംഗ് സൈക്കോളജിയിലാണ്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പലതും ഒരു ഗ്രൂപ്പായിട്ടിട്ടാൽ പലർക്കും അത് അനുഗ്രഹമാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സൈക്കോളജിക്കൽ തോട്ട്സ് നമ്മളോടിടുന്നത്. രണ്ടാമത് വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ബൈബിളിലെ കാര്യങ്ങളും വചനങ്ങളും മാത്രം പറഞ്ഞാൽ നമുക്ക് ഈ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയെ മാത്രമേ റീച്ച് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ക്രൈസ്തവരെ മാത്രമേ റീച്ച് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ളവരിലേക്ക് നമുക്ക് എത്താൻ പറ്റും. എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതാണ് നമ്മുടെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അനു കഴിഞ്ഞ ദിവസം ഒരിടത്ത് വരെ ചെന്നപ്പോൾ അനു പറഞ്ഞു, ഒരു ആൻറ്റി ഓടി വന്ന് അനു അല്ലേ എന്ന് ചോദിച്ചു.
മോർണിംഗ് പ്രെയർ ഞാൻ കയറുന്നതാണ്, അനുവിൻ്റെ പ്രാർത്ഥനയെന്നും കേൾക്കുന്നതാണെന്നൊക്കെ പറഞ്ഞെന്ന്. അപ്പം അനു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കോളറൊക്കെ മേലോട്ട് വലിച്ചിട്ടൊരു സെൽഫിയൊക്കെ എനിക്ക് അയച്ചു തന്നു. എന്നെ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. നമ്മളിനി താമസിക്കാതെ അനുവിൻ്റെ പേരിൻ്റെ, ഇപ്പം അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരുന്നത് നമ്മൾ അനുവിനെ പാസ്റ്റർ അനു എന്നുള്ള പേരിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. സന്തോഷത്തോടെ സ്വത്രം പറഞ്ഞ് പ്രൈസ്തലോ. പിന്നെ ബാച്ചിലറായിട്ടിരുന്ന് പാസ്റ്റർ ഒക്കാത്തതുകൊണ്ടാണ് അവിടെ നമ്മുടെ ആൾക്കാർ ആരെങ്കിലുമൊക്കെ കണ്ടെത്തി അനുവിന് ഒരു കല്യാണം കൂടെ നടന്നു കഴിഞ്ഞാൽ പാസ്റ്ററും പാസ്റ്റർ ആൻറ്റിയുമായിട്ട് അനു എന്ത് ചെയ്യും, മടങ്ങി ഷാർജയിലേക്ക് വരും. സ്തോത്രം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു കാര്യം കൂടെ, ഞാൻ ഈ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ ഒത്തിരി നിയോഗം തരുന്നതൊരു ഇംഗ്ലീഷ് വർഷിപ്പ്, കംപ്ലീറ്റ്ലി പ്യുവർലി ഒരു ഇംഗ്ലീഷ് വർഷിപ്പ്, UAE ബേസ്ഡായിട്ട്, അത് ഒരു പക്ഷേ ഓൺലൈനായിട്ടെങ്കിൽ അങ്ങനെ ആരംഭിക്കണം എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി 1-2 പേർക്ക് വേണ്ടിയൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കൾ അതും പ്രാർത്ഥനയിൽ ഓർക്കാൻ ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഒട്ടും സമയം കളയാതെ തുടർന്ന് നമ്മൾ ചിന്തിച്ചു വരുന്ന യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ കത്ത് 21ാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇന്ന് ചുരുങ്ങിയ സമയം ഒരു 3-4 കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം രോഗികൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പം മെൽബണിലാണ്. അടുത്ത 2 ആഴ്ച കൂടെ മെൽബണിൽ കാണും. അതിനുശേഷം ചുരുങ്ങിയൊരു 10 ദിവസത്തേക്ക് ന്യൂസിലൻഡിന് പോകുന്നുണ്ട്. തിരിച്ച് മെൽബണിൽ വന്നിട്ട് നേരത്തെ പറഞ്ഞിരുന്നത് പോലെ മടങ്ങി UAEയിലേക്ക് വരും. പ്രാർത്ഥിക്കാം. 21ാമത്തെ അത്ഭുതം, ഹീലിംഗ് മെനി അറ്റ് ഗന്നസരത്ത് എന്ന വിഷയമാണ്. 2 ഭാഗത്താണ് സുവിശേഷങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നത്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങളും. ഇത് രണ്ടും ബിജോയ് പാസ്റ്റർ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 53 മുതൽ 56 വരെ എടുത്തു വെക്കുക. സുജയാൻറ്റി മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 34 തൊട്ട് 36 എടുത്തു വെക്കുക. ഇത് രണ്ടും നമുക്കൊന്ന് വായിക്കണം. 3 വാക്യങ്ങൾ വെച്ചേ ഉള്ളൂ. വായിക്കുമ്പോൾ ഒരു വാക്യം മുമ്പിൽ നിന്ന് വായിച്ചാൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഭാഗവുമായിട്ട് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റും. സുജയാൻറ്റി വായിക്കാൻ പോകുന്നത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ സുജയാൻറ്റി ഇപ്പോൾ വായിക്കും. അതിനുശേഷം ബിജോയ് പാസ്റ്റർ 6-ാം അധ്യായം 52 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. വേഗത്തിൽ വായിച്ചാട്ടെ. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞാലെ നമസ്കരിച്ചു. അവർ അക്കരെ എത്തി ഗെനസരേത്ത് ദേശിച്ചിരുന്നു. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു. ചുറ്റുമുള്ള എല്ലാം ആളയച്ച് ദീനക്കാരെയൊക്കെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വസ്ത്രത്തിന് തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. അവരുടെ ഹൃദയം കടുത്തിരുന്നത് കൊണ്ട് അപ്പത്തിന്റെ സംഗതി അവർ ഗ്രഹിച്ചില്ല. അവർ അക്കരെ എത്തി ഗെനസരേത്ത് ദേശത്ത് അണഞ്ഞു. അവർ പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ജനങ്ങൾ അവനെ അറിഞ്ഞു. ആ നാട്ടിലൊക്കെയും ചുറ്റും ഓടി. അവൻ ഉണ്ട് എന്ന് കേൾക്കുന്ന ഇടത്തേക്ക് ദീനക്കാരെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു തുടങ്ങി. ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. മതി. ശ്രദ്ധിച്ചേ, ഇവിടെ ഒരു ഭാഗം കണ്ടോ? ആ സാഹചര്യത്തിന് ശേഷം കാറ്റ് അമർന്നു. ഒരു ദൂത് ഞാൻ പറയാം. അവിടെ ഈ നിന്നെ വല്ലാതെ തകർത്തുകൊണ്ടിരുന്ന, നിന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചില കാറ്റുകൾ അമർന്നാൽ അടുത്ത സെഗ്മെൻറ്റിൽ കൂട്ടവിടുതലുകളായിരിക്കും. ഒരു ഹാലലുയ എത്ര പേര് പറയും? ആ കൈ ഒന്ന് ഉയർത്തി. ഓ ജീസസ്. ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. നിന്നെ വല്ലാതെ തളർത്തിക്കൊണ്ടിരുന്ന കാറ്റില്ലേ, ആ കാറ്റൊന്ന് അമർന്നാൽ അടുത്തത് നീ കാണാൻ പോകുന്നത് 1-2 വിടുതലല്ല, കൂട്ടവിടുതലായിരിക്കും. ആ വാക്കിനെ തിരിച്ചൊന്നിട്ടാൽ നീ ഇപ്പോൾ കാണുന്ന, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അസാധാരണമായ ശോധനയുടെ കാറ്റ് ഒരു കൂട്ടവിടുതലുകളുടെ മുന്നോടിയാണ്. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഓക്കെ,
പക്ഷേ ഇനി അതിൻ്റെ ഒന്നാമത്തെ ചിന്തയിലേക്ക് വരാം. അവിടെ ഈ സുജാൻറ്റി വായിച്ചിടത്തും ബിജോ പാസ്റ്റർ വായിച്ചിടത്തും രണ്ടിടത്തും ഒരു പദം കണ്ടോ? അവർ അവനെ അറിഞ്ഞു എന്നൊരു വാക്യം കണ്ടോ? അവർ അവനെ അറിഞ്ഞു, അല്ലേ? സ്തോത്രം. അവിടെ അല്ലേ 35-ാം വാക്യത്തിൽ അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞു. കണ്ടോ? അറിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തൊട്ടു തലേ സെഗ്മെൻറ്റിൽ യേശു ആരെന്ന് ശിഷ്യന്മാർ പോലും അറിഞ്ഞില്ല. ഹലോ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? തൊട്ട് തലേ സെഗ്മെൻറ്റിൽ യേശു നടന്നു വരുമ്പോൾ മഞ്ജു സിസ്റ്ററെ ശിഷ്യന്മാർ വരെ വിളിക്കുന്നത് ഭൂതം വരുന്നെന്നാണ്. സ്വതന്ത്രം. പ്രിൻസിപ്പൽ യേശുവിനെ മനസ്സിലാക്കാൻ ശിഷ്യന്മാർക്ക് പോലും പറ്റുന്നില്ല. ആര് വരുന്നു? ഭൂതം വരുന്നെന്ന്. പക്ഷേ ഒരൊറ്റ കാറ്റമർന്നപ്പോൾ നാട്ടുകാർ മൊത്തം തിരിച്ചറിയാൻ തുടങ്ങി യേശു ആരാന്ന്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഈ കാറ്റിൻ്റെ സീസൺ ഉണ്ടാകും. നമ്മളെ അറിയേണ്ടവർ പോലും നമ്മളെ അറിയാത്ത കാറ്റിൻ്റെ സീസൺ. ഹല്ലേലൂയ. അതനുഭവിച്ചവരുണ്ടോ? ഓ ഹല്ലേലൂയ. നമ്മളെ അറിയേണ്ടവർ പോലും ഈ കൊടുങ്കാറ്റിൻ്റെ സീസണിനകത്ത് നമ്മളെ അറിയാതെ പോകും. ഞാൻ പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറയാം. ചിലരൊക്കെ അറിയാതെ പോയ ചില സീസണുകൾക്ക് കർത്താവ് അറുതി വരുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ കൊടുങ്കാറ്റിൻ്റെ സീസൺ കഴിയുമ്പോൾ നാടറിയും നീ ആരെന്ന്. നാടറിയും. കൂടെ നടന്നവർ പോലും തിരിച്ചറിയാൻ ശ്രമിക്കാതിരുന്നൊരു കാലത്തിനപ്പുറത്ത് ഈ ദൂത് വ്യക്തിപരമായി ചിലതിനെ സ്പർശിക്കുന്നുണ്ട് കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നേ. യേശുവിൻ്റെ നാമത്തിൽ ഈ അല്ലേലും ഒരു കാര്യം ഞാൻ പറയട്ടെ. ചില കാറ്റടിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരാരാന്ന് അറിയുന്നത്. അതുവരെ എനിക്ക് തോന്നുന്നു ബിജോയ് പാസ്റ്റർ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. കാറ്റടിക്കുമ്പോൾ അറിയാം ബിജോയ് പാസ്റ്റർ ആരാണ്. കാറ്റടിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നേ മനസ്സിലാക്കുന്നത്. ഹല്ലേലൂയ. സോ ഒന്ന് പറയാൻ പറ്റുമോ? ചിലരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടിച്ച കാറ്റിന് നന്ദി എന്ന് പറ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ യേശു ദേശത്തേക്ക് വന്നു. ആ ദേശം മൊത്തം യേശുവിനെ അറിയാൻ തുടങ്ങി. ഇനി ഒരു പദം കൂടെ പറയാം. ഒരു വ്യക്തിയാണ് യേശുവിനെ അറിയുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സൗഖ്യമാണെങ്കിൽ, അല്ലേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരുവൻ യേശുവിനെ അറിഞ്ഞു. ഞാൻ അവൻ്റെ വസ്ത്രത്തിന് തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഒരുവൻ യേശുവിനെ അറിഞ്ഞു. അല്ലേ അങ്ങനെയല്ലേ എല്ലായിടത്തും. യേശുവെ ദാവീദുപുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞപ്പം ഒരുവൻ യേശുവിനെ അറിഞ്ഞു. അല്ലേ, ദാവീദുപുത്രനാണെന്നറിഞ്ഞു. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. കണ്ടോ, ഒരുവൻ യേശുവിനെ അറിഞ്ഞു. ഒരുവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഒരുവന് വിടുതലാണെങ്കിൽ, തിരിച്ച് ഞാൻ പറയാം, ഒരു കൂട്ടം യേശുവിനെ അറിഞ്ഞപ്പോൾ ഒരു കൂട്ടം യേശുവിനെ അറിഞ്ഞപ്പോൾ സിസ്റ്ററെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇന്ന് പകൽ അങ്ങനൊരു ദൂത് കൈമാറുന്നു. യേശുവിൻ്റെ പ്രാർത്ഥിച്ചോളാൻ ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. ശ്രദ്ധിച്ച് സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുവൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഒരുവൻ വിടുതൽ നടന്നെങ്കിൽ, യേശു ആരെന്ന് ഒരു കൂട്ടം അറിഞ്ഞപ്പോൾ ഒരു കൂട്ട വിടുതൽ നടന്നു. സ്തോത്രം. ഇനി രണ്ടാമത്തെ ചിന്ത,
ഒരു സ്ഥലത്ത് സൗഖ്യം നടന്നപ്പോൾ ആ ദേശം മൊത്തം, ഒരു ജനറേഷൻ മൊത്തം യേശുക്രിസ്തുവായിട്ട് കണക്റ്റഡായി. മർക്കോസ് 6:55 വായിക്കുമ്പോൾ ആ വേദഭാഗം അവിടെ കാണുന്നത്, ഒരു വിടുതൽ ഒരു ദേശത്തിൻ്റെ വിടുതലായി മാറി. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? ഒരു വിടുതൽ ഒരു ദേശത്തിൻ്റെ വിടുതലായി മാറി. ആ നാട്ടിലൊക്കെയും, അല്ലേ, ഒന്ന് വായിച്ച ആ ഭാഗം. ആ നാട്ടിലൊക്കെയും കണ്ടോ? ആ നാട്ടിലൊക്കെയും ചുറ്റി ഓടി, അല്ലേ? ആ നാട്ടിലൊക്കെയും എന്ന് പറഞ്ഞാൽ യേശു എവിടെ ഉണ്ടെന്ന് അറിയുന്നു, അവിടെ ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. ഇവിടെ യേശു ഉണ്ട്, വായോ 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 എന്ന് വിളിച്ചിട്ട് വരുത്തുകയല്ല, യേശു ഉണ്ടെന്ന് അറിയുകയായിരുന്നു. An encounter with Jesus can open the door for a whole generation to come. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്താൽ അങ്ങനെ പറയുന്നു. യേശു നിന്റെ അടുക്കൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരു കൂട്ടം, ഒരു തലമുറ ഓടിക്കൂടും. ഒരു തലമുറയ്ക്ക് യേശുവിനെ കൈമാറാൻ കർത്താവിന് ചിലതിനെ വേണം. പരിശുദ്ധാത്മാവേ ഞാൻ പറയുന്നു, ഒരു തലമുറയ്ക്ക് യേശുവിനെ കൈമാറാൻ ചിലരെ കർത്താവിന് ഇന്നും വേണം. നിനക്കതാകാൻ പറ്റുമോ? നിനക്ക് ആ വ്യക്തിയാകാൻ മനസ്സുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നിന്റെ കൂടെയുള്ള യേശു ആരെന്നൊരു തലമുറയ്ക്ക് കൈമാറാൻ ഒരു കൂട്ടം, ഒരു റീജിയനെ മൊത്തം കൂടെ യേശുവിലേക്ക് പിടിക്കാൻ ഇന്നും അങ്ങനെ ചിലരെയാ വേണ്ടത്. പക്ഷേ കൊടുങ്കാറ്റിലൂടെ നീ ഒന്ന് നടക്കണം. 3 പേര് തീയിൽ വീണാൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേര് തീക്കകത്ത് വീണാൽ ഒരു രാജ്യം തിരിച്ചറിയും നിന്റെ ദൈവമാരെന്ന്. ദാനിയേലേ, നീ ഒരുവൻ സിംഹത്തിന്റെ കുഴി വീണാൽ യേശുവിൻ നാമത്തിൽ രാജ്യം തിരിച്ചറിയും നിന്റെ ദൈവമാരെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലതിനോട് ശക്തമായി ദൂത് കൈമാറുന്നു. നിന്റെ ദൈവമാരെന്ന് ഒരു കൂട്ടത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുന്നു. ഈ പകലിൽ കർത്താവെ, ഞാൻ തയ്യാറാണ്. ഒരു മാസ് ഹീലിംഗിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. ഹീലിംഗ് മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ചോണേ. കർത്താവ് അങ്ങനെ ഒരു അഭിഷേകത്തെ കൈമാറാൻ അവൻ കൽക്കമ്മനിയാഥനഹ സധുനിയ അങ്ങനെ ഒരു പദ്ധതി കർത്താവ് കൈമാറുന്നു. ദൈവമേ, നാഥ, ഇന്ന് പകൽ ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ അടിയൻ്റെ മേലും അങ്ങനെ ഒരു അഭിഷേകത്തെ കൈമാറണമേ. ഒരു തലമുറയെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ, അസാധാരണമായ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു തലത്തെ കർത്താവ് കൈമാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. ഒന്നുകൂടെ പറഞ്ഞാൽ അടുത്ത് കണ്ടോ, ഫെയ്ത്ത് ഡസ് നോട്ട് നീഡ് പ്രോക്സിമിറ്റി ഓൾവേസ്, ജസ്റ്റ് കണക്ഷൻ. അവർ പറഞ്ഞതെന്തോ, എനിക്ക് ആ വസ്ത്രത്തിൻ്റെ അഗ്രത്തെ ഒന്ന് തൊട്ടാൽ മതി, അല്ലേ? ആണോ അല്ലയോ? എന്ന് പറഞ്ഞാൽ യു റിയലി ഡോണ്ട് നീഡ് പൊസിഷൻ, ബട്ട് യു നീഡ് കണക്ഷൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയോ? യേശുക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കണമെന്നൊന്നുമില്ല, ആ വസ്ത്രത്തെ ഒന്ന് തൊട്ടാൽ മതി, സൗഖ്യം വ്യാപരിക്കും, സൗഖ്യം വ്യാപരിച്ചിരിക്കും. സ്തോത്രം. ഒരു ഭാഗം കൂടെ പറയാം. നിങ്ങൾ നോർത്ത് നോക്കിയേ, അവിടെ റിച്വൽസ് ഒന്നും നടന്നില്ല, കർമ്മങ്ങളൊന്നും നടന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ വലിയ വലിയ പ്രാർത്ഥനകളൊന്നും അവിടെ നടന്നില്ല. നടന്നോ? ഒരു വലിയ മെഗാ ക്രൂസൈഡ് നടന്നോ അവിടെ? നോ. ജസ്റ്റ് എ ടച്ച്. വെൻ ഫെയ്ത്ത് ഈസ് റിയൽ, ഇറ്റ് ഡസ് നോട്ട് നീഡ് കോംപ്ലക്സിറ്റി. വിശ്വാസം റിയൽ ആണെങ്കിൽ നീ പോലും അറിയാതെ ചെറിയൊരു സ്പർശം പോലും സൗഖ്യം ഉണ്ടാകും. ചിലപ്പോൾ നിൻ്റെ ഫോൺ കോളിൻ്റെ അകത്ത്
നീ പറയുന്ന ഒരു വാക്കായിരിക്കും ഒരു രോഗിയെ സൗഖ്യമാക്കുന്നത്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് നന്ദി പറയുക. ദൈവാത്മാവ് ശക്തമായിട്ട് അങ്ങനെ ആ പദം ഇടപെടുന്നുണ്ട്. ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി, ഒരു വാക്ക് മതി. യേശുവിൻ്റെ നാമത്തിൽ ഒരു വാക്ക് മതി. ഇന്ന് പകലിലും അങ്ങനെ ഒരു അത്ഭുതം നടക്കട്ടെ. ഒരു വാക്കിനകത്തൊരു സൗഖ്യം, ഒരു വാക്കിനകത്തൊരു സൗഖ്യം, ഒരു വാക്കിൻ്റെ അകത്തൊരു സൗഖ്യം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അഞ്ചാമത്തൊരു ചിന്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. Everyone who touched him was healed. No exception, no rejection. നമുക്ക് ഈ 100 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്ട്രൈക്ക് റേറ്റ് 50%, 20%, 10% ഒക്കെ അല്ലേ. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. തൊട്ടവർക്ക് മൊത്തം സൗഖ്യമായിരുന്നു എന്ന് പറഞ്ഞ്, തൊട്ടവർക്ക് മൊത്തം സൗഖ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആരെ ഒഴിവാക്കിയില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനകത്ത് ആരെ എന്ത് ചെയ്തില്ല? ഒഴിവാക്കിയില്ല. അവൻ്റെ അടുക്കിലേക്ക് വന്നവരെ മൊത്തം കർത്താവ് സൗഖ്യമാക്കി. ഇന്നും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവരെല്ലാം സൗഖ്യമാകും. ഹല്ലേലൂയ. ഇന്നും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവർ എല്ലാം സൗഖ്യമാകും. ഞാൻ ഈ ഭാഗം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ മോർണിംഗ് പ്രെയറിനകത്ത് പങ്കെടുക്കുന്ന ദൈവമക്കൾ, ഒരു പക്ഷേ ഞങ്ങളുടെ ഈ ശബ്ദം നാളുകളിൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ സാധ്യതയുള്ളവർ, നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, ഞങ്ങളുടെ ഈ മോർണിംഗ് പ്രെയറിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യാൻ കഴിയുന്നവർ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന, സൂമിലുള്ളവർക്ക് വേണ്ടിയല്ല, യൂട്യൂബിലുള്ളവർക്ക് വേണ്ടി, സ്ക്രീനിൽ കാണുന്ന ആ QR കോഡ് സ്കാൻ ചെയ്താൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥന ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. ഈ മെസ്സേജ് അല്ല നമ്മുടെ പ്രാർത്ഥന, ഇതിന് പകരം ഇതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഫറ്റിക്കൽ സെഷൻസും മധ്യസ്ഥ പ്രാർത്ഥന ഇതിനു മുമ്പുണ്ട്. നിങ്ങളൊരു വാക്ക് ഞാൻ പറയാം. നിങ്ങൾ യേശുവിനെ അറിയാത്തവരാണെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ സകല സാഹചര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ആ യേശുവിൻ്റെ അടുക്കൽ വന്നവരാരും ഒരു നാൾ ലജ്ജിച്ചിട്ടില്ല. ആ യേശുനാഥൻ്റെ അടുക്കലേക്ക് വരാൻ ഞങ്ങൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ.